നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുമ്പോയിൽ ചുരം വഴിയുള്ള ഗതാഗത നിരോധനം തുടരുമെന്ന പൊതുമരാമത്ത് വകുപ്പ്. കനത്ത മഴയിൽ തലശ്ശേരി ബാവലി റോഡിൽ 29-ാം മൈൽ ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെയാണ് ഗതാഗതം നിരോധിച്ചത്. ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണു, കുഴിയടച്ച് പ്രതിഷേധിച്ച് യുവാവ്. ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച ലൈൻമാൻ സന്തോഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. വിശദമായ വാർത്തകളിലേക്ക്. നെടുമ്പോയിൽ ചുരം വഴിയുള്ള ഗതാഗത നിരോധനം തുടരുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. കനത്ത മഴയിൽ തലശ്ശേരി ബാവലി റോഡിലെ 29-ാം മൈൽ ചുരത്തിൽ 4ാമത്തെ ഹെയർപിൻ വളവിന് സമീപം റോഡിടിഞ്ഞ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഗതാഗതം നിരോധിച്ചത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് തലശ്ശേരി ബാവലി അന്തർസംസ്ഥാന പാതയിൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. കനത്ത മഴയെ തുടർന്ന് തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോയിൽ 29-ാം മൈൽ ചുരത്തിൽ 4ാമത്തെ ഹെയർപിൻ വളവിന് സമീപം റോഡിടിഞ്ഞ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. 40 മീറ്ററിലധികം നീളത്തിൽ 3 അടിയോളമാണ് റോഡ് താഴ്ന്നത്. റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് താഴ്ന്നത്. റോഡിന് കുറുകെയും വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. PWD ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. വിള്ളൽ വലുതായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. തിരുവനന്തപുരത്തു നിന്നുള്ള സംഘമെത്തി പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. ജഗദീഷ് അറിയിച്ചു. അടുത്ത ദിവസം സംഘം വീണ്ടും പരിശോധനയ്ക്കെത്തുമെന്നാണ് വിവരം. റോഡിൻ്റെ പ്രവൃത്തി നടത്തിയ ശേഷം മാത്രമേ ഇനി നെടുമ്പോയിൽ ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാൻ കൊട്ടിയൂർ അമ്പായത്തോട് പാൽച്ചുരം റോഡ് മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്രയം. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണു, കുഴിയടച്ച് പ്രതിഷേധിച്ച യുവാവ്. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവം. നല്ല വേഷം ധരിച്ച് ഈ മണ്ണെടുക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയല്ല, ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. തൂമ്പയുമെടുത്ത് കിളച്ച മണ്ണ് കൊട്ടയിലാക്കി റോഡിലെ കുഴിയിൽ അടയ്ക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനോടുള്ള പ്രതിഷേധ സൂചകമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ജോലിയും കഴിഞ്ഞ് ഇരട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കോളിക്കടവ് മുച്ചിയാടുകുന്നിലെ K. വൈശാഖ് ജബ്ബാർ കടവിലെ റോഡിലുള്ള കുഴിയിൽ ഇരുചക്ര വാഹനം വീണത്. കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ച് കെട്ടി. പിറ്റേ ദിവസം തന്നെ യുവാവ് തന്നെ അപകടപ്പെടുത്തിയ കുഴിയിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കുഴിയടച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഇതെന്താ പരിപാടി? ഒന്നും പറയണ്ടടാ, ഈ വരുന്ന വഴിക്ക് മൊത്തം കുഴികളാ. ഇപ്പം എത്ര പേര് ഇന്നലെ ഈ മഴയത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലെ കൂടി 5-6 വർഷമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഡെയിലി ഇതിലെ കൂടി തന്നെ വരാറ്. ഇന്നലത്തെ മഴയിൽ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ കുഴിയിൽ വന്നിട്ട് എൻ്റെ സ്കൂട്ടി വീണ്. എപ്പോഴും വെട്ടിച്ച് വരേണ്ട അവസ്ഥയാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരാ. എൻ്റെ വണ്ടിക്കെല്ലാം പറ്റിയോ? വണ്ടി മൊത്തം പോയി കിടക്കുന്ന, അതിൻ്റെ വൈസറില്ല, നമ്പർ പ്ലേറ്റ് വേറെ സ്ഥലത്തുനിന്ന്, പിന്നെ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങൾ വേറെ സ്ഥലത്ത് നിന്നെല്ലാം കൂടി പെറുക്കിയെടുത്ത് നാട്ടുകാരാന്ന് എന്നോട് ചോദിച്ച് പിന്നെ ഇവിടെ സ്കൈ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട കുഴപ്പമൊന്നുമില്ല എന്നിട്ടാണ് ഞാൻ വന്ന്. ഒന്നും പറയണ്ട, ഇത് കാണുന്നില്ല നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ. എത്ര കൊല്ലായി ഇതേ കൂടി ഇപ്പം 4-5 കൊല്ലം ഞാൻ പോകാൻ തുടങ്ങിയിട്ട്. അല്ല, അപ്പോൾ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്? അല്ലെങ്കിൽ അത് തന്നെയാണ്, പ്രതിഷേധം തന്നെയാണ്. നമ്മളെ സർക്കാരുകൾ മാറി ഭരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ റോഡിൻ്റെ അവസ്ഥ എപ്പോൾ ഇങ്ങനെ തന്നെയാണ്. സർക്കാർ നന്നാക്കില്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരും, നേരിട്ട് ഇറങ്ങേണ്ടി വരും. ഈ ഒരു അവസ്ഥ വൈശാഖിന് മാത്രമല്ല, പൈഞ്ചേരി സ്വദേശി സുധാകരനുമുണ്ട്. സുധാകരനും ഈ കുഴിയിൽ വീണിട്ടുണ്ട്. നിങ്ങളും ഈ കുഴിയിൽ വീണിട്ടുണ്ടോ? ഞങ്ങൾ അതിനപ്പുറമുള്ള വലിയ കുഴിയായിരുന്നു. അപ്പോൾ അതിനകത്ത് വീണ് രാത്രി വണ്ടീൻ്റെ റിമ്മെല്ലാം വളഞ്ഞു പോയി. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ടൂ വീലർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വെച്ചിട്ടാണ് പലരും വീഴുന്നുണ്ട്. പലരും വീണ് കൈമുട്ട് പൊട്ടി, കാലുമുട്ട് പൊട്ടി. ഒരു വളരെ ദയനീയ അവസ്ഥയാണ്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി കാണാൻ വേണ്ടി കഴിയില്ല. അത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമുക്കൊരു പറയാനുള്ളത്. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് റോഡരികിലെ ടൈലർ ഷോപ്പിലെ ആളുകളും പറയുന്നത്. അവിടെ ഇന്നലെ ഇതേപോലെ ഒരു സ്കൂട്ടി വന്ന് പിന്നെ ഗട്ടറിൻ്റെ അകത്ത് വീണ്. പുറകെ വന്ന കാറ് പിന്നെ അവരെ പിടിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തി. അതിൻ്റെ പുറകെ വന്നൊരു ബേക്കിൽ നിന്ന് പിടിച്ചു. കുറേ നേരം ഇവിടെ ഭയങ്കര തർക്കമായിരുന്നു. എല്ലാ ദിവസവും ഇത് തന്നെയാണ് കാണുന്നത്. നമ്മളിവിടെ നിന്ന് തയ്ക്കുമ്പോൾ അധികം ഞെട്ടി എണീക്കല പതിവ്. ഒച്ചയും ബഹളവും കേട്ടിട്ട് ഏത് സമയവും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇരിട്ടി മുതൽ പേരാവൂർ വരെ എണ്ണിയാൽ തീരാത്ത കുഴികളാണ്.
ഇക്കാര്യം പലതവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കുഴിയൊന്ന് അടക്കാൻ പോലും അധികൃതർ തയ്യാറാവില്ല. ഈ മേഖലയിലുള്ള റോഡ് ഉയർത്തിയാൽ മാത്രമേ റോഡിലെ കുഴികൾ ശാശ്വതമായി അടച്ച് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് പ്രദേശവാസി സുരേഷ് പറഞ്ഞത്. പണ്ടത്തെ കണ്ടാണ്. അപ്പോൾ കുറച്ച് ഈ റോഡ് ഇനി ചെയ്യുമ്പോൾ വെച്ചാൽ റോഡ് പൊന്തിക്കണം. കുറച്ച് എന്തായാലും ഒരു 2 അടിയോളം പൊന്തിച്ച് കഴിഞ്ഞാലേ നമുക്കിത് എന്താ വെച്ചാൽ ഈ വെള്ളം ഫുൾ കെട്ടിക്കുന്നുണ്ട് സ്ഥിതിയുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് റോഡ് പൊന്തിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കണം. എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാവും. അല്ല ഇപ്പോൾ ചെയ്തിട്ട് ഒരു 2 ആഴ്ചയായില്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. റോഡ് പൊന്തിക്കണം. എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ ശാശ്വതമായി പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. റോഡ് നവീകരണത്തിനായി 5 കോടി രൂപയൊക്കെ പാസ്സായെങ്കിലും താൽക്കാലികമായി കുഴിയടക്കാതെ ഒരു രക്ഷയുമില്ല. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഇനി ജനങ്ങൾ തന്നെ പൊതുനിരത്ത് റിപ്പയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജബ്ബാർ കടവിൽ കണ്ടത്. ഇനി ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഇതുതന്നെയാവും സ്ഥിതി. ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്. ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച ലൈൻമാൻ സന്തോഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. കാക്കങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസമാണ് കാക്കങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ വട്ടക്കയം എളമ്പയിലെ വി സന്തോഷ് കാവുംപടിയിൽ വെച്ച് ജോലിക്കിടെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കാക്കങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് മുന്നിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. അവസാന നിമിഷം ഒരു നോക്ക് കാണാൻ സഹപ്രവർത്തകരും KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ, മുഴക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വിനോദ്, തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിയേരി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KT ജോസ്, PG പത്മനാഭൻ, O ഹംസ, A ഷിബു, V രാജു, PP മുസ്തഫ, NV ഗിരീഷ്, T വിജയൻ, PV പ്രഭാകരൻ, KT ജോസഫ്, നിസാർ വിളക്കോട്, നസീർ ചാത്തോത്ത്, വ്യാപാരി നേതാക്കളായ KK രാജീവൻ, KT ടോമി, ശശികൃപ, രാജേഷ് തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പഞ്ചായത്തിലെ വിളമന വട്ടവയൽ വട്ടെങ്ങാട് റോഡ് ഇനി എന്ന് നന്നാവും?
പായം പഞ്ചായത്തിലെ വിളമന വട്ടവയൽ വട്യങ്ങാട് റോഡിനോടുള്ള അവഗണന അവസാനിക്കുന്നില്ല. റോഡ് 18 വർഷം മുൻപ് പഞ്ചായത്ത് ഏറ്റെടുത്തതാണെങ്കിലും നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 1 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ഇരുഭാഗവും അധികൃതർ കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തും നവീകരിച്ചിട്ടുണ്ട്. റോഡിന്റെ മധ്യഭാഗത്തായി 400 മീറ്ററോളം വരുന്ന ഭാഗമാണ് അധികൃതർ തിരിഞ്ഞു നോക്കാത്തത്. ഇവിടെ ഒരു മഴ പെയ്തതോടെ ചെളിക്കുളമാവുകയാണ്. പിന്നെ കാൽനടയാത്ര പോലും ദുസ്സഹം. വട്യങ്ങാട് റോഡിൻ്റെ ഒരു 20 വർഷമായിട്ട് ഈ അവസ്ഥയിൽ തന്നെ കിടക്കുന്നത്. ഇതിന് തൊട്ട് അപ്പുറത്തായിട്ട് ടാറിങ്ങുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അപ്പുറത്ത് കുറച്ച് കോൺക്രീറ്റ് ഉണ്ട്. ഇവിടെ ഒരു 400 മീറ്റർ ഇതേ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി. അപ്പോൾ ഇത് വാർത്തകളൊക്കെ കഴിഞ്ഞ തവണയെ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പഞ്ചായത്തിൻ്റെ മെമ്പറും പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പറും എല്ലാം വന്നത് ഇതിനൊരു 7 ലക്ഷം ഫണ്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇത് വീതിയില്ല എന്നും പറഞ്ഞിട്ട് അത് ഇവിടുന്ന് വക മാറ്റിയിട്ട് ഇതിൻ്റെ തൊട്ടേ അപ്പുറത്തെ ഒരു വാർഡിലേക്ക് ഇതിലും വീതി കുറഞ്ഞ റോഡിലേക്ക് അത് വകമാറ്റി എന്ന് പറഞ്ഞിട്ട് അത് ലാപ്സാക്കി കളഞ്ഞ അവസ്ഥയായിപ്പോൾ ഉള്ളത്. നന്നാക്കില്ല. ഇതിലൊരു പ്രക്ഷോഭമായിട്ട് പഞ്ചായത്തിൽ നമ്മളൊരു പ്രക്ഷോഭമായിട്ട് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നടന്നു പോകുന്ന കുട്ടികൾക്ക്, അതുപോലെ സൊസൈറ്റി പാലും കൊണ്ടുപോകുന്നവർ, ക്ഷേത്രങ്ങളിൽ പോകുന്നവർ, അനവധി ആൾ കടന്നു പോകുന്നൊരു വഴിയായത്. ഇപ്പോൾ ഇത് ആരും ഉപയോഗിക്കാത്ത തരത്തിലും ഈ അടുത്ത വീട്ടുകാർക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോയ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി തവണ നാട്ടുകാർ ബന്ധപ്പെട്ടവർക്കെല്ലാം നിവേദനങ്ങൾ നൽകി. വിശാലമായ പാടശേഖരവും കൊടും വേനലും വറ്റാത്ത നീരുറവുകളുമുള്ള പ്രദേശം അവികസിതമായും നിലങ്ങൾ തരിശായി മാറുന്നതിനും റോഡിന്റെ ശോചനീയാവസ്ഥ പ്രധാന കാരണമായി മാറുന്നു. പ്രദേശത്തെ ഏക്കറുകളോളം കൃഷിയിടം തരിശായി കിടക്കുകയാണ്. കൃഷിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന പഞ്ചായത്തായിട്ടും ഈ പ്രദേശത്തോടുള്ള അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മെഡൽ കൊയ്ത്തുമായി കാക്കിങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമി 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 8 താരങ്ങൾ വിവിധ ഇനങ്ങളിൽ മെഡൽ കരസ്ഥമാക്കി. ഓഗസ്റ്റ് 9, 10, 11 തീയതികളിൽ തിരുവനന്തപുരം ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ വെച്ച് നടന്ന 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കാക്കേങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്നും സൗജന്യ കളരി പരിശീലനം നേടിവരുന്ന 9 കായിക താരങ്ങൾ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഇതിൽ 8 താരങ്ങൾ വിവിധ ഇനങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കി. 18 സംസ്ഥാനങ്ങളിൽ നിന്നും 875ഓളം കായിക താരങ്ങൾ പങ്കെടുത്ത ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ഇവർ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഇതിൽ കേരളം, ഛത്തീസ്ഗഡ്, ആസാം എന്നീ സംസ്ഥാനങ്ങൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗവും ടെക്നിക്കൽ ഒഫീഷ്യലുമായ ശ്രീജയൻ ഗുരുക്കളാണ് പരിശീലകൻ. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ PP വൈഗ വെള്ളി മെഡൽ നേടി. 9 കുട്ടികളിൽ 8 പേർക്ക് മെഡൽ വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ തനതായ ആയോധന കല മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം ശക്തമായി വേരോട്ടം സംഭവിച്ചതിൻ്റെ തെളിവാണ് ഇപ്രാവശ്യത്തെ ദേശീയ ചാമ്പ്യൻഷിപ്പ്. ആസാമിൽ നിന്നൊക്കെ വന്ന പാർട്ടിസിപ്പൻസ് 100 പേരാണ്. അതുപോലെ ആസാം, ഛത്തീസ്ഗഡ്, ഡൽഹി, കർണാടക, തമിഴ്നാട് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ശക്തമായ കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ കളരിപ്പയറ്റിനെ സെമിനറൈസ് ചെയ്യുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സീനിയർ പെൺകുട്ടികളുടെ ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ A. അശ്വിനി സ്വർണ്ണ മെഡലും വിസ്മയ വിജയൻ വെള്ളി മെഡലും, KK അയന വെങ്കല മെഡലും, അനശ്വര മുരളീധരൻ വെള്ളി മെഡലും, VK സമൃദ്ധ വെങ്കല മെഡലും നേടി. കെട്ടുകാരിപ്പയറ്റിൽ കീർത്തന കൃഷ്ണയും അനശ്വര മുരളീധരനും വെങ്കല മെഡലും കരസ്ഥമാക്കി. 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പഴശ്ശിരാജ കളരി അക്കാദമിയിലെ 9 കുട്ടികൾ മത്സരിക്കുകയുണ്ടായി. അതിൽ 8 പേർക്കും മെഡൽ വന്ന് ഓരോ വർഷം കഴിയുന്നതിനെ വളരെ കോമ്പറ്റീഷനൊക്കെ ശക്തിയായിട്ട് വരികയാണ്. ഇപ്രാവശ്യം എല്ലാവരും നല്ല രീതിക്ക് മത്സരിക്കുകയുണ്ടായി. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം ഇന്ന് നമ്മുടെ കഴുത്തിൽ തൂങ്ങിക്കുന്ന മെഡലാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. റോഡിന് തീരെ വീതിയില്ല. കുണ്ടും കുഴിയും. ഇരട്ടി അളപ്ര റോഡിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടിൽ. സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. പായം പഞ്ചായത്തിലെ അളപ്രയിലേക്കുള്ള റോഡാണ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. റോഡിന് തീരെ വീതി കുറഞ്ഞതും റോഡിലെ കുണ്ടും കുഴിയും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല, കാൽനട യാത്രക്കാർക്കും ഇതുവഴി നടന്നു പോകുവാൻ ഏറെ പ്രയാസമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് അളപ്ര ഭാഗത്തേക്ക് വിദ്യാർത്ഥികളുമായി പോകുമ്പോൾ എതിർദിശയിൽ നിന്നും വരുന്ന ഓട്ടോറിക്ഷയ്ക്ക് അരികു കൊടുക്കുന്നതിനിടയിൽ റോഡരികിലെ ചതുപ്പിൽ താഴ്ന്നുപോയി. അധ്യാപകരും നാട്ടുകാരും എത്തിയാണ് വാഹനം കുഴിയിൽ നിന്നും കയറ്റിയത്. ഇരട്ടി ടൗണിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അളപ്ര. ഈ സ്ഥലത്ത് 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്.
എന്നാൽ ഇവിടേക്ക് പോകുന്ന റോഡിനോട് ബന്ധപ്പെട്ട അധികൃതർ കാണിക്കുന്ന അവഗണനയാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഇടയാക്കുന്നത്. ബസ് നമ്മൾ 10-20 കുട്ടികൾ നമ്മൾ അളപ്പുറയിൽ വരുന്നുണ്ട്. സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ സ്കൂൾ മാത്രമല്ല, മറ്റ് വിദ്യാലയങ്ങളിൽ ബസ്സുകൾ നമ്മുടെ ഈ റൂട്ടിൽ വരുന്നതാണ്. നിരന്തരം നമ്മൾ പേടിച്ചുകൊണ്ട് ഈ റൂട്ടിൽ ബസ് എടുക്കാറുണ്ട്. ഡ്രൈവർ തന്നെ നിരന്തരം പറയാറുണ്ട് റൂട്ടിൽ വരുമ്പോൾ പേടിയാണ്. പക്ഷേ നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, സൈഡില്ല. ഇപ്പോൾ ഒരു ഓട്ടോ വന്നതാണ് പ്രശ്നം. ഓട്ടോ നമ്മൾ സൈഡ് കൊടുത്തില്ല, ഓട്ടോ അപ്പുറം അടുത്ത കണ്ടത്തിലേക്ക് വീഴുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഡ്രൈവർ അയാളുടെ യുക്തിപരമായിട്ടൊന്ന് ഒതുക്കി കൊടുത്തത്. അപ്പോൾ മുമ്പിലത്തെ ടയർ ചാലിലേക്ക് വീഴുകയും അതിനനുസരിച്ച് ബേക്ക് ടയർ അതിലേക്ക് വരികയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ മറ്റ് ബസ്സുകാരും അധികവും പറയുന്നുണ്ട്. അവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തുമ്പോൾ ഇതിലൂടെ വരുത്ത് ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ കുറേ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലും മറ്റു വിദ്യാലയത്തിലും പഠിക്കുന്നുണ്ട്. അപ്പം ഇതിന് ശാശ്വതമായ പരിഹാരം അധികൃതർ കണ്ടെടുത്ത് ചെയ്തിട്ട് ഇവിടെയുള്ളവരെന്നെ എപ്പം പറയണ്ട ഒരു സ്കൂൾ ബസ് തന്നെ കാണുന്നത്. കാരണം ഈ റൂട്ടിലേക്ക് ഇത്രയും വീതിയുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സാണ് കടന്നു പോവുക ഈ അളപ്ര പോലുള്ള ഈ ഗ്രാമപ്രദേശത്തിലേക്ക്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആണി ഉണ്ടെന്ന് തോന്നൂല. ഈ പൈപ്പിന് വേണ്ടിയിട്ടോ മറ്റെന്തോ കേബിൾ കുഴി പോലെ കുഴിച്ചിട്ട് അവിടെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നിട്ട് സൈഡിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രൈവർ വാഹനം ഒതുക്കാൻ വേണ്ടി സൈഡാക്കുമ്പോഴാണ് ഇങ്ങനെ താണു പോകുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ അത് പിന്നെ ഇതൊന്ന് കാര്യമായി ഇടപെട്ടില്ലെങ്കിൽ റോഡിലൂടെ കുട്ടികൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. റോഡ് വികസനമാണ്, എന്നാൽ ശരിയാവും. അപ്പോൾ കുട്ടികളുടെ ഭാഗ്യം പോലെ എത്തുകാരുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. പിന്നെ അതെങ്ങോട്ട് കണ്ടത്തോട്ട് അങ്ങ് പോയെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ ഡിവൈഎഫ്ഐ പേരാവൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയും AKR ഫിഷ് പേരാവൂരും സംയുക്തമായി മീൻ വിൽപ്പന നടത്തി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ ഡിവൈഎഫ്ഐ പേരാവൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയും AKR ഫിഷ് പേരാവൂരും സംയുക്തമായി മീൻ വിൽപ്പന നടത്തി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തമുഖത്തും അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാനത്തൊട്ടാകെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടക്കുക. അതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആക്കി ഒരുക്കി വിറ്റും അതോടൊപ്പം തന്നെ ചായക്കട നടത്തിയും അതോടൊപ്പം തന്നെ വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ വിജയം നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റീബിൽഡ് വയനാട് എന്ന മുദ്രാവാക്യമുയർത്തി വയനാട് ദുരന്തബാധിതർക്ക് 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. വീട് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് നടത്തുന്നത്. ഡിവൈഎഫ്ഐ നിരന്തരം പല ചലഞ്ചുകൾ ഏറ്റെടുത്ത് മീൻ വിൽപ്പന, ചായക്കച്ചവടം, ആക്രി പെറുക്കി അങ്ങനെ പലതരം ചലഞ്ചിലൂടെയാണ് ഫണ്ട്. പേരാവൂരിൽ നടന്ന മത്സ്യവിൽപ്പന ചടങ്ങിൽ K. രജീഷ്, നിഷ ബാലകൃഷ്ണൻ, റീന മനോഹരൻ, രഗിലാഷ്, K. വൈഷ്ണവ്, AT നിഖിലേഷ്, V. സജീർ, MP സുനീർ, AKR ഫിഷ് സ്റ്റാൾ ഉടമകളും പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വയനാടിന് കൈത്താങ്ങാവാൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2,79,720 രൂപ കൈമാറി. CDS ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലന് തുക കൈമാറി. വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ 2,79,720 രൂപ കൈമാറി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലന് തുക കൈമാറി. കുടുംബശ്രീയോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നമ്മൾ 10-11 തീയതികളിൽ അയൽക്കൂട്ട യോഗങ്ങൾ ചേരുകയും അതിൽ നിന്ന് സമാഹരിച്ച തുക 12-ാം തീയതി ADCകളിലേക്ക് കൈമാറുകയും അതിനുശേഷം 11-ന് CDS യോഗം വിളിച്ച് CDSലേക്ക് തുക കൈമാറുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ പേരാവൂർ പഞ്ചായത്തിലെ 25ഓളം കുടുംബശ്രീകൾ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2,67,720 രൂപയാണ് പേരാവൂർ CDSന് ലഭിച്ചിട്ടുള്ളത്. വയനാടിന് വേണ്ടി സ്വരൂപിച്ചതാണ് 2,65,000 രൂപ ഇന്ന് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.
നമുക്കറിയാം വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നാടൊന്നാകെ വയനാടിലെ ചൂരൽമതി മുതൽ മുണ്ടക്കൈ എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളെ ആകെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. പഞ്ചായത്തിലെ 16 ADSൽ നിന്നായി 205 കുടുംബശ്രീയിലെ അംഗങ്ങൾ കൈകോർത്താണ് 2,79,720 രൂപ സമാഹരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ റീന മനോഹരൻ, M. ശൈലജ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി സോജ, റെജീന, സിറാജ് പൂക്കോത്ത്, C. യമുന, കുടുംബശ്രീ അംഗങ്ങളായ ഷൈനി മനോജ്, സുവർണ, T. ഗീത, ദീപ്തി, ദിവ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വിദ്യാർത്ഥികളുടെ കാരുണ്യ സ്പർശം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 33,800 രൂപ നൽകി. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ പടിയൂർ SNA UP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ബുൾബുൾ വിദ്യാർത്ഥികൾ സഹപാഠികളിൽ നിന്നും ശേഖരിച്ചത് 33,800 രൂപയാണ്. ഇത് ജില്ലാ കളക്ടർക്ക് നേരിട്ട് കൈമാറണമെന്നായിരുന്നു അവരുടെ മോഹം. കളക്ടറുടെ തിരക്ക് പരിഗണിച്ച് ഇരിട്ടി താലൂക്ക് ഓഫീസിൽ എത്തി തഹസിൽദാർക്ക് പണം കൈമാറി. സ്കൂളിലെ പ്രധാന അധ്യാപികയോട് കുട്ടികൾ തങ്ങളുടെ ആഗ്രഹം പങ്കുവച്ചു. അധ്യാപകരുടെ പിന്തുണയോടെ എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളിൽ നിന്നും സഹായം സ്വീകരിച്ചു. നാണയത്തുട്ടുകളും നോട്ടുകളും അടങ്ങിയ സഹായങ്ങൾ നുള്ളിപ്പൊറുക്കി പ്രധാന അധ്യാപിക PG സിന്ധുവിനെ ഏൽപ്പിച്ചു. ഇത് സ്കൂളിന്റെ അക്കൗണ്ട് വഴി ചെക്കാക്കി ഇരട്ടി ഭൂരേഖ വിഭാഗം തഹസിൽദാർ M. ലക്ഷ്മണനെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ബുൾബുൾ പ്രതിനിധികളായ M. അമൽദേവ്, PP. അഹന, ഇഷിക രഞ്ജിത്ത് എന്നിവർ ചേർന്ന് കൈമാറി. അധ്യാപകരായ PK സുനന്ദ്, ശീതള കാപ്പാടൻ, US സുഷ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പ്രളയത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവർ ഏറെ കഷ്ടപ്പെടുന്ന ഈ ഒരു വേളയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമയായി ഒരു കൈയോടെ നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് SNA UP സ്കൂൾ പടിയൂരിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്വരൂപിച്ച ചെറിയൊരു തുക 33,800 രൂപ നമ്മുടെ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട തഹസിൽദാർ കൈവശം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ വിദ്യാലയത്തിൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് നമ്മൾ അതിനുള്ള എല്ലാ നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മാലിന്യമുക്ത നവകേരളം പ്രത്യേക ക്യാമ്പയിൻ ഏകദിന ശില്പശാല കോളിക്കടവിൽ വെച്ച് നടത്തി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പായം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശില്പശാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ആകെ നടത്തുന്നത്. അതിനാവശ്യമായിട്ടുള്ള നിലവിലുള്ള നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള പദ്ധതികൾ എങ്ങനെ എന്ന് സംബന്ധിച്ച് ചുരുങ്ങിയ നിലയിൽ ഇവിടെ ആളുകളിലൂടെ വിശദീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് തലത്തിലുള്ള ചർച്ചയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, വ്യാപാരികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരുണ്ട്, ആശാവർക്കർമാരുണ്ട്, സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളുണ്ട്, അധ്യാപകരുണ്ട്, HMമാരുണ്ട്, ഇതൊക്കെ ഇവിടെ എത്തും. നിങ്ങളെല്ലാം വിലയേറിയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവണം. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുത്ത് അത് നമ്മുടെ പഞ്ചായത്തിന് പ്രഖ്യാപനം നടത്തുന്ന നിലയിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ വന്നാൽ മാത്രമേ എല്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും, ജില്ലാ പഞ്ചായത്തും ആ നില പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ സംസ്ഥാന തലത്തിൽ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. പ്രമീള അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക ശില്പശാല സംബന്ധിച്ച് വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മുജീബ് കുഞ്ഞിക്കണ്ടി, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൻ ജേക്കബ്, ബിജു കോങ്ങാടൻ, പഞ്ചായത്ത് സെക്രട്ടറി KG സന്തോഷ്, VEO വിനീഷ്, CDS ചെയർപേഴ്സൺ സ്മിത രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അതിൽ സ്കോർ കാർഡിൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ മാസത്തിൽ 10,000 രൂപയിലധികം വരുമാനം നേടുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളുള്ള വാർഡുകൾ, അതിൽ കൂടുതൽ എല്ലാ വാർഡുകളിലും അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കോറ്. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ബില്ല് സ്ഥാപിക്കാം. എല്ലാ പൊതുസ്ഥലങ്ങളിലും ബില്ല് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. 100% വാതിൽപ്പടി ശേഖരണമാണെങ്കിൽ അതിന് 1 മാർക്ക്. അങ്ങനെയാണ് സ്കോർ കാർഡ് മാർക്ക് നിശ്ചയിക്കുന്നത്. അതിൽ പായം പഞ്ചായത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ 36 പേരാണുള്ളത്.
അതിൽ 10,000 രൂപ കൂടുതൽ വേതനം ലഭിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1006 ഇത് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഒരു ഇത് നോക്കിയിട്ടാണ് സ്കോർ കാർഡ് ലിസ്റ്റ് മാർക്ക് ഇട്ടിരിക്കുന്നത്. പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, CDS അംഗങ്ങൾ, പഞ്ചായത്തിലെ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ, കർഷക സംഘടനാ പ്രതിനിധികൾ, വാർഡ് കൺവീനർമാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയിൽ വെച്ച് പായം പഞ്ചായത്ത് ഹരിതകർമ്മ സേന അംഗങ്ങൾ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വടംവലി ദേശീയ മത്സരത്തിൽ വിജയികളായ കേരള ടീമിലെ അംഗങ്ങൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വടംവലി ദേശീയ മത്സരത്തിൽ വിജയികളായ കേരള ടീമിലെ അംഗങ്ങൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് പാണാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. ഇരട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T. വൈകുണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിനെ ഇവിടേക്ക് ക്ഷണിച്ചതായിട്ട് ഞാൻ വിലയിരുത്തുന്നു. അതിനുള്ള നന്ദി എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പേരിൽ അറിയിക്കുകയാണ്. അനുമോദനം ഏത് കാലത്തും ആ അനുമോദനം കിട്ടുന്ന ആൾക്കാർക്ക് എന്നും ഓർത്തുവെക്കാനുള്ളതും അതിലുപരി അടുത്ത വർഷത്തേക്കുള്ള ആൾക്കാർക്കുള്ള ഈ ഒരു നേട്ടം കൈവരിക്കാനുള്ള, ഇതുപോലുള്ള മറ്റു നേട്ടങ്ങൾ കൈവരിക്കാനുള്ള വളരെ അഗമ്യമായൊരു പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ഒരവസരം കൂടിയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ അനുമോദനം കിട്ടുന്ന ഓരോരുത്തരും ഒരുപാട് ഇതിൽ വളരെ പ്രധാന പായം പഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കുഞ്ഞിക്കണ്ടി, ഷൈജൻ ജേക്കബ് എന്നിവരും ജോബി, രാജി കുര്യൻ, സ്കൂൾ പ്രിൻസിപ്പൽ PK ബാബു, സിജോ VJ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നെടുമുറംചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അതിജീവനത്തിന്റെ കരുത്തും കുടുംബജീവിതവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നെടുമ്പുറഞ്ചാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അതിജീവനത്തിന്റെ കരുത്തും കുടുംബജീവിതവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു ക്ലാസ് നയിച്ചു. ഇമ്പം ആനന്ദമാണ്. ഒത്തുചേരുന്നതുണ്ടാകുന്ന ആനന്ദമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അല്ല, നിങ്ങളുടെ വീട്ടിൽ എന്താ? രാവിലെ എഴുന്നേറ്റത് മുതൽ നിങ്ങളുടെ മുഖം മുഖത്താണ്. മഴ പെയ്യുന്നുണ്ടല്ലോ, ഉരുൾപൊട്ടുന്നുണ്ടല്ലോ, ചടിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും ടെൻഷനടിച്ച് നിൽക്കണം. പൊട്ടുമ്പോ നോക്കാന്നല്ലാതെ 2025 കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ റെഡിയായി കിട്ടണം. കുഴക്കക്കരെ കെട്ടിയ പട്ടിയെ കെട്ടിട്ട് കണ്ടിട്ട് നമ്പൂരിച്ചൻ തന്റെ കയ്യിൽ ഇരിക്കുന്ന കുട തല്ലി കുളിച്ച് വടി കൈ പൊളിച്ചു. എന്തിനാ നമ്പൂരിച്ച കുട തല്ലി കുളിച്ച്? വടിവണ്ടേ വയ്യ. എന്തിനാ വടി? പട്ടിയെ തല്ലണ്ടേ? പട്ടി വരിക്കാൻ വന്നത് പട്ടിക്ക് തല്ലണ്ടേ? അതിന് പട്ടി പുഴ കക്കരക്കല്ലേ കെട്ടിയത് നമ്പൂരിച്ച? അഥവാ പുഴയിൽ വെള്ളം പറ്റിയാലോ? അതിന് പട്ടിയെ കെട്ടിയിട്ടുണ്ടല്ലോ നമ്പൂരിച്ച? അഥവാ ചങ്ങല പൊട്ടിയാലോ? അഥവാ ശ്വാവ് കഴിച്ചാലോ? അപ്പൊ അതിനടിക്കാൻ വടിവണ്ടെന്ന് പറഞ്ഞിട്ട് പുഴക്കക്കരെ കെട്ടിയ പട്ടിയെ കെട്ടിട്ട് വടി തല്ലി കുളിച്ച പോലെ നമ്മള് അഥവാ മഴ പെയ്താലോ, അഥവാ ഉള്ളു പൊട്ടിയാലോ, അഥവാ കാറ്റടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി നാളത്തെ ദിവസത്തിന് വേണ്ടി വേദാതാകുന്ന വ്യക്തികളാണ്. ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമാണ്. ഇപ്പൊ നമുക്ക് മുണ്ടക്കൈയിൽ ദുരന്തമുണ്ടായി 10 മിനിമം വരുന്നല്ലേ എന്ന് നിങ്ങൾ അറിയുമോ? ഇന്ത്യയുടെ കാവലാളായി രാജ്യസേവനത്തിന്റെ സുത്യർഹമായ 20 വർഷങ്ങൾ പിന്നിട്ട് BSFൽ നിന്നും വിരമിച്ച സൈനികൻ പിജേഷ് തോമസിനെ ആദരിച്ചു. നെടുമ്പുറഞ്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പാരിഷ് ഹാളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ ഫാദർ ജോസ് മുണ്ടക്കൽ അധ്യക്ഷത വഹിച്ചു.
സജി കോടന്തൂർ, വർഗീസ് മൂഴയിൽ, ബിനു മണ്ണാർത്തോട്ടം, ആലിസ് പണ്ടാരിക്കുന്നേൽ, സാബു മാന്തറ, ബെറ്റി കല്ലുമാക്കൽ, മെറീന വാഹാനിയിൽ, പ്രിയ പറയൻ തകടിയിൽ, ഷിൻഡോ കുഴിയാ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ നെടുമ്പുറഞ്ചാൽ ടൗൺ ഉൾപ്പെടുന്ന 500 മീറ്റർ ടാറിങ്ങിനും സൈഡ് കോൺക്രീറ്റിനുമായി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് നിവേദനവും നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാട്ര കാരിസ് UP സ്കൂളിൽ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം നടത്തി. വേനലവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തും മുൻപ് തന്നെ നട്ടുപിടിപ്പിച്ച പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം മാട്ര കാരിസ് UP സ്കൂളിൽ വെച്ച് നടന്നു. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് സ്കൂളിൽ മാതൃകാത്തോട്ടം നിർമ്മിച്ചത്. വെണ്ട, വഴുതിന, മുളക്, തക്കാളി, മത്തൻ, കോവൽ, ചീര മുതലായ പച്ചക്കറികളാണ് വിളവെടുപ്പ് ആരംഭിച്ചത്. കൂടാതെ ചേന, ചേമ്പ്, ഇഞ്ചി ഉൾപ്പെടെയുള്ളവ പാകമായിരിക്കുന്നു. സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഏത്തവാഴത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി രൂപീകരിച്ച കാർഷിക ക്ലബ്ബ് പ്രവർത്തനവുമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും കുട്ടികൾക്ക് പച്ചക്കറികളെ പരിചയപ്പെടുത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ഉച്ചഭക്ഷണം പരമാവധി വിഷരഹിതമാക്കാനും മികച്ചതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്റ്റർ EJ തങ്കമ്മ പറഞ്ഞു. PTA പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റിയാനിക്കൽ, വൈസ് പ്രസിഡന്റ് സിബി വെട്ടുകള്ളാംകുഴി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോയ് വെട്ടിമൂട്ടിൽ, ജയ് പ്രവീൺ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വേക്കളം AUP സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ സ്കൂളിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കർക്കിടക കഞ്ഞി വിതരണം നടത്തി. വേക്കളം AUP സ്കൂൾ PTA ആഭിമുഖ്യത്തിലായിരുന്നു കർക്കിടക കഞ്ഞി തയ്യാറാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത്. സ്കൂളിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു കർക്കിടക കഞ്ഞി തയ്യാറാക്കിയത്. കുട്ടികളെ കർക്കിടക കഞ്ഞിയുടെ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. PTA പ്രസിഡന്റ് BD ബിൻഡോ, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ഷൈനി, വിജിഷ, ഷെമി, അധ്യാപകരായ രാജീവൻ, ശ്രീജിത്ത്, ആശ്രിത്, കാന്തിമതി തുടങ്ങിയവർ നേതൃത്വം നൽകി. 75ഓളം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കർക്കിടക കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കുകയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർത്തും ഞവരേരി അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഔഷധക്കൂട്ടിൻ്റെ ഒരു കഞ്ഞിയാണ്. ഇന്ന് രാവിലെ മുതൽ ഇതിനുവേണ്ടി മദർ PTAൻ്റെ നേതൃത്വത്തിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് കുട്ടികൾക്ക് ഇന്ന് ഇത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ 75 പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. 75ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 75 പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് നടത്തിയതുപോലെ വ്യത്യസ്ത പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചരമം. ഇരിട്ടി മാടത്തിയിലെ പൂവക്കര കല്യാണി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ ഗോപാലൻ, മക്കൾ ബാലകൃഷ്ണൻ, സരസ്വതി, സുധൻ, രതീശൻ, രാജീവൻ, രഞ്ജിത്ത്, പരേതനായ പുരുഷോത്തമൻ, മരുമക്കൾ വത്സല, ഭരതൻ, പത്മാവതി, മിനി, ശ്യാമള, സന്ധ്യ, വത്സല. കേളകം ചെങ്ങോത്തെ പരേതനായ കാരിച്ചിറ കുര്യന്റെ ഭാര്യ കുഞ്ഞോഞ്ഞമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. മക്കൾ ഡാനി, ആമോസ്, ലാലു, കേസിയ, മരുമക്കൾ ചിന്നമ്മ, ഏലിയാമ്മ, മോളി, ബിജു. സംസ്കാരം ബുധനാഴ്ച കേളകം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയ സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 237, പേരാവൂർ 238, കൊട്ടിയൂർ 238, റബ്ബർ ലോട്ട് ഇരിട്ടി 217, പേരാവൂർ 228, കൊട്ടിയൂർ 228, ഒട്ടുപാൽ ഇരിട്ടി 130, പേരാവൂർ 145, കൊട്ടിയൂർ 145, കുരുമുളക് ഇരിട്ടി 630, പേരാവൂർ 630, കൊട്ടിയൂർ 630, കൊട്ടടിക്ക് ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6565, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുമ്പോയിൽ ചുരം വഴിയുള്ള ഗതാഗത നിരോധനം തുടരുമെന്ന പൊതുമരാമത്ത് വകുപ്പ്. കനത്ത മഴയിൽ തലശ്ശേരി ബാവലി റോഡിൽ 29ാം മൈൽ ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെയാണ് ഗതാഗതം നിരോധിച്ചത്.
ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണു, കുഴിയടച്ച് പ്രതിഷേധിച്ച യുവാവ്. ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച ലൈൻമാൻ സന്തോഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.